SK9 മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മരണമടഞ്ഞ ഒരാളുടെ ആത്മാവ് മറ്റൊരാളുടെ ശരീരത്തിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഉടലോടെയുള്ള പുനർജന്മമുണ്ടോ? ചരിത്രത്തിൽ അങ്ങനെ ചിലത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉടലയോടെയുള്ള പുനർജന്മത്തിന് 2 സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇതിൽ പോയ ജന്മത്തിലെ പല സ്വഭാവങ്ങളും പുനരാവർത്തിക്കപ്പെടുന്നു. എല്ലാം കഴിഞ്ഞ് ബാഹ്യരൂപങ്ങൾ വരെ അടുത്ത ജന്മത്തിൽ മടക്കി കിട്ടുന്നു. അതും പോരാഞ്ഞ ശരീരത്തിലെ സൂക്ഷ്മ ലക്ഷണങ്ങളായ മറുകുകളും മുറിപ്പാടുകളും മറ്റടയാളങ്ങളും പുനർജനിച്ച ശരീരത്തിൽ വീണ്ടും കാണപ്പെടുന്നു. തികച്ചും അവിശ്വസനീയമായ അനുഭവകഥയാണ് ഇംഗ്ലണ്ടിലെ നോർത്ത് എംബലാൻഡിലുള്ള പുല്ലോക്ക് ദമ്പതികൾക്ക് പറയാനുള്ളത്. 11 വയസ്സുകാരി ജാക്ലിനും 6 വയസ്സുകാരി ജോന്നയും അവരുടെ 2 കുട്ടികളായിരുന്നു. ഒരു ഒഴിവു ദിനത്തിൽ കൈകോർത്ത് പിടിച്ച് പള്ളിയിലേക്ക് പോയ ആ കൊച്ചോമനകൾ മടങ്ങി വന്നില്ല. വഴിയിൽ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ 2 പേരും തൽക്ഷണം മൃതിയടഞ്ഞു. മക്കളുടെ ദുർമരണത്തിന് ശേഷം വീണ്ടും ഗർഭം ധരിച്ച പുല്ലോക്കിൻ്റെ ഭാര്യ ഇരട്ട പ്രസവിച്ചു. 2 പെൺകുട്ടികൾ, ജെന്നിഫറും ഗില്ലിയനും. ജനിച്ചപ്പോൾ തന്നെ ജെന്നിഫറിൻ്റെ മുഖത്ത് പുരുവത്തിന് താഴെ 1.25 ഇഞ്ച് നീളത്തിൽ ഒരു മുറിപ്പാട് കാണാനുണ്ടായിരുന്നു. അപകടമരണമടഞ്ഞ ജാക്ലിന് 3 വയസ്സായപ്പോൾ ചവിട്ടുപടിയിൽ കാൽ തെറ്റി വീണുണ്ടായ മുറിവ് അതേ സ്ഥലത്ത് ഇങ്ങനെ ഒരടയാളം അവശേഷിപ്പിച്ചു. കൂടാതെ ജെന്നിഫറിൻ്റെ ഇടത്തെ അരക്കെട്ടിൽ ജാക്ലിൻ്റെ ദേഹത്തുണ്ടായിരുന്ന അതുപോലെ തന്നെയുള്ള കറുത്ത് വ്യക്തമായ വലിയൊരു മറുകും കാണപ്പെട്ടു. ജെന്നിഫറിൻ്റെ സ്വഭാവത്തിലും ജാക്ലിൻ്റെ അനേകം ആവർത്തനങ്ങൾ കണ്ടു. നടുവിരൽക്കിടയിൽ പേന അമർത്തിപ്പിടിച്ചിരുന്ന ജാക്ലിൻ്റെ വിചിത്ര രീതി പോലും ജെന്നിഫറിന് കിട്ടി. 2ാമത്തെ കുട്ടിയായ ഗില്ലിയന് ജോന്നയുടേതുപോലെ മിലുത്ത് നീണ്ട ശരീരമായിരുന്നു. ജോന്നയുടെ പല പെരുമാറ്റ രീതികളും ഗില്ലിയൻ ആവർത്തിച്ചു. ഒരിക്കൽ ജെന്നിഫർ മുഖം കൈകൊണ്ട് മറച്ചു പിടിച്ച് കഴിഞ്ഞ ജന്മത്തിൽ ജാക്ലിനുണ്ടായ കാറപടത്തിൽ പറ്റിയ മുറിവുകളെക്കുറിച്ച് വർണ്ണിക്കുന്നത് കേട്ടു. പഴയ കളിക്കോപ്പുകൾ കൂട്ടിയിരുന്ന പെട്ടി ഒരിക്കൽ പുറത്തെടുത്തപ്പോൾ ജെന്നിഫറും ഗില്ലിയനും ജാക്ലിൻ്റെയും ജോന്നയുടെയും കളിപ്പാട്ടങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുത്തു. അന്ന് അവർ പാവക്കുട്ടികളെ വിളിച്ചിരുന്ന ചെല്ല പേരുകൾ പോലും 2 പേരും വ്യക്തമായി ഓർക്കുന്നുണ്ടായിരുന്നു. മറ്റൊരിക്കൽ പഴയ വസ്ത്രശേഖരത്തിൽ നിന്നും ഉപയോഗശൂന്യമായ ഒരു ഓവർകോട്ട് എടുത്തു ധരിച്ച് പെയിന്റ് ചെയ്യാൻ തുടങ്ങിയ പുല്ലോക്കിനെ കണ്ട് ജോന്ന ചോദിച്ചു, "ഡാഡി എന്തിനാ അമ്മ സ്കൂളിൽ വിളിക്കാൻ വരുമ്പോൾ ഇടുന്ന കോട്ടെടുത്തിടുന്നത്?" വിചിത്ര സ്മരണകൾ അയറയ്ക്കുന്ന ജോന്നയെ നോക്കി നിന്ന പുല്ലോക്ക് അമ്പരപ്പോടെ ഓർത്തു. പണ്ട് മരിച്ചുപോയ ഗില്ലിയനെ സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരാൻ പോകുമ്പോൾ തൻ്റെ ഭാര്യ ധരിക്കാറുണ്ടായിരുന്ന ഓവർകോട്ടായിരുന്നു അത്. വളരെയേറെ ഒച്ചപ്പാടുള്ള ഉണ്ടാക്കിയ ഒന്നായിരുന്നു സ്മെയിലിൻ്റെ പൂർവ്വജന്മ സ്മരണകൾ. ഒരു കൊച്ചു വികൃതിയായിരുന്നു സ്മെയിൽ. തുർക്കിയിലെ ദരിദ്രനായ ഒരു പലവ്യഞ്ജന കച്ചവടക്കാരൻ്റെ മകനായി 1956 ഇസ്മയിൽ ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ ഇസ്മായിൽ വിചിത്രമായ കുറേ ഓർമ്മകൾ പുറത്തുവിട്ടു തുടങ്ങി. തൻ്റെ അയൽ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ആൽബിയസ് എന്ന ആളിൻ്റെ പുനർജന്മമാണെന്നും തൻ്റെ പഴയ ഭാര്യയും മക്കളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും ഇസ്മയിൽ അവകാശപ്പെട്ടു. തെളിവിനായി തലയുടെ പിൻഭാഗത്തുള്ള ഒരടയാളം തൊട്ടുകാട്ടി അവൻ പറഞ്ഞു, "ഞാൻ ആൽബിയസ് ആണ്. കഴിഞ്ഞ ജന്മത്തിൽ എന്നെ തലയ്ക്കടിച്ചു കൊന്നതിൻ്റെ അടയാളമാണിത്." അന്വേഷണത്തിലൂടെ ഇസ്മയിൽ പറഞ്ഞ സംഭവങ്ങളെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞു. അടുത്ത ഗ്രാമമായ മെഡിക്കിൽ ആൽബിയസ് എന്ന ഒരു ധനിക കർഷകനുണ്ടായിരുന്നു. പെരുത്ത മദ്യപാനി. ആദ്യ ഭാര്യയായ ഹത്തിസ് പ്രസവിക്കാഞ്ഞപ്പോൾ 2ാമതും വിവാഹം കഴിച്ചു. 2ാം ഭാര്യയായ സബിതയിൽ അയാൾക്ക് കുട്ടികളുണ്ടായി. 2 ഭാര്യയും മക്കളുമടങ്ങിയ ആൽബിയസിൻ്റെ കുടുംബം മെഡിക്കിൽ സന്തോഷത്തോടെ കഴിഞ്ഞു. ഒരിക്കൽ ഏതോ വഴക്കിൽപ്പെട്ട ആൽബിയസിനെ കൂലിക്കാർ വയലിൽ വെച്ച് തലയ്ക്കടിച്ചു കൊന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ സബിതയെയും കുട്ടികളെയും അവർ അവിടെ വെച്ച് തന്നെ അടിച്ചു കൊന്നു. ഇസ്മയിൽ ഓർമ്മയിൽ നിന്നും പറഞ്ഞ സംഭവങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നടന്നത് തന്നെയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ തൻ്റെ വീട്ടിലേക്ക് പോകാൻ തിടുക്കപ്പെട്ട ഇസ്മയിലിനെ പിതാവ് ഒടുവിൽ മെഡിക്കിലേക്ക് കൊണ്ടുപോയി. ആ ഗ്രാമത്തിലേക്കും ഭവനത്തിലേക്കുള്ള വഴി ഇസ്മയിൽ കൂടെ വന്നവർക്കെല്ലാം പറഞ്ഞു കൊടുത്തു. അവിടെ വെച്ച് ആൽബിയസിൻ്റെ ബന്ധുക്കളിൽ ഒരുത്തരെയും വ്യക്തമായി തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യയുമായി സംസാരിച്ചു. തൻ്റെ പുനർജന്മത്തെ തെളിയിക്കുന്ന അനേകം സംഭവങ്ങൾ ഓർമ്മയിൽ നിന്ന് വിവരിച്ചു കൊടുത്തു. തിരിച്ചു പോന്നിട്ടും ഇസ്മയിലിൻ്റെ ദുഃഖത്തിന് ശാന്തി കിട്ടിയില്ല. വിരഹവേദകളും ഗൃഹാതുരത്വമായി ഇസ്മയിൽ പിതാവിനോടൊപ്പം കഴിഞ്ഞു.
അപ്പോഴും ചിന്തകളെല്ലാം പഴയ കുടുംബത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യന്റെ ഏകാന്ത വ്യതകളുമായി ആ കുട്ടി സ്വന്തം വീട്ടിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞു. വീട്ടിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയാൽ, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കയ്യിലെത്തിയാൽ ഉടനെ തന്നെ അത് വീട്ടിലേക്ക് കൊടുത്തയക്കണമെന്ന് ഇസ്മയിൽ വാശി പിടിക്കും. ചെറുപ്രായത്തിൽ തന്നെ അവൻ സാമാന്യം നല്ല രീതിയിൽ മദ്യപാനവും തുടങ്ങി. ഒരിക്കൽ നിരത്തിലൂടെ കടന്നുപോയ ഒരു ഐസ്ക്രീം വിൽപ്പനക്കാരനെ ഇസ്മയിൽ തടഞ്ഞു നിർത്തി. അമ്പൽ നിന്ന് അയാളോട് ചോദിച്ചു, നീ എന്നെ മറന്നുപോയോ? ഞാൻ ആൽബിയസ് ആണ്. നിന്റെ പേര് മുഹമ്മദ് എന്നല്ലേ? അന്ന് നീ കച്ചവടം ചെയ്ത് തണ്ണിമത്തനായിരുന്നല്ലോ. മുഹമ്മദുമായുള്ള ദീർഘ സംഭാഷണത്തിൽ ഇസ്മയിൽ ആൽബിയസിനെ കുറിച്ചുള്ള അനേകം വിവരങ്ങൾ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്ത് പറഞ്ഞു. മുഹമ്മദ് അന്ന് ആൽബിയസിന് മടക്കി കൊടുക്കാനുണ്ടായിരുന്ന ആ പണത്തിന്റെ കണക്ക് പോലും ഇസ്മയിൽ വ്യക്തമായി ഓർക്കുന്നുണ്ടായിരുന്നു. ഒരാൾ മരിച്ചാൽ പുനർജന്മം എപ്പോൾ എന്ന ഒരു ചോദ്യം ഇവിടെ വീഴുകയാണ്. പുനർജന്മം എപ്പോൾ വേണമെങ്കിലും ആവാം എന്നതിന് നല്ല ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം അന്തരീക്ഷത്തിൽ ഈ ചോദ്യം ഉയർന്നു നിൽക്കും. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റായി പങ്കുവെക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുനർജന്മത്തെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.